പ്രിയ കൂട്ടുകാർക്ക് ഊർജ്ജതന്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം ഫിസിക്സ് ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ശബ്ദവും കേൾവിയും എന്ന പാഠമാണ്. നമുക്കറിയാം, ശബ്ദം നമ്മൾ എന്നും കേൾക്കാറുണ്ട്. ആ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആ ശബ്ദം മറ്റുള്ള ഇടങ്ങളിലേക്ക് എങ്ങനെയൊക്കെ എത്തുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടാവും ഒരു ഹാളിലേക്ക്, നിങ്ങൾ അവിചാരിതമായ ഒരു ഹാളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരു മുഴക്കം പോലെ അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രം താഴെ തറയിലേക്ക് വീഴുമ്പോൾ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. എങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്റെ കൂട്ടുകാരനോട്, തന്റെ വീട്ടുകാരോട് ഒക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയുടെ ഇവിടെ ഒന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോ ആ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദത്തിന്റെയും ഉറവിടം അവിടെ ഒരു കമ്പനം ഉണ്ടായിരിക്കും. കമ്പനമില്ലെങ്കിൽ ശബ്ദമില്ല. അപ്പൊ ശബ്ദത്തിന്റെ അടിസ്ഥാനം കമ്പനമാണ്. നമ്മുടെ തൊണ്ടയുടെ ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് കമ്പനം ചെയ്യുന്നത് അനുഭവപ്പെടും. കമ്പനമില്ലെങ്കിൽ ഒരു ശബ്ദവും ഉണ്ടാവുകയില്ല. ഇപ്പൊ നിങ്ങൾ ആ സ്റ്റീൽ പാത്രം താഴേക്ക് വീണു, അതിൽ ശബ്ദമുണ്ടാകും. അതിൽ പെട്ടെന്ന് പിടിച്ചു നോക്കൂ, നിങ്ങൾക്ക് കമ്പനം അനുഭവപ്പെടും. നിങ്ങൾ പിടിക്കുന്നതോട് കൂടി അതിന്റെ ശബ്ദം ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നത്. കമ്പനമില്ലെങ്കിൽ ശബ്ദവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കുറെ ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ഗിത്താർ, വയലിൻ, ഓടക്കുഴൽ, ഇങ്ങനെ ചെണ്ട, മദ്ദളം, ഹാർമോണിയം, ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവയിൽ നിന്നൊക്കെ ശബ്ദം ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മൾ ചെണ്ട കൊട്ടുമ്പോൾ അതിന്റെ തുകൽ കമ്പനം ചെയ്യുകയാണ്. ആ കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാവുന്നത്. ഓടക്കുഴൽ വായിക്കുമ്പോൾ അതിന്റെ വായുരൂപം കമ്പനം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഹാർമോണിയം വായിക്കുമ്പോൾ അവിടെ കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോ ഇതിന്റെ ഒക്കെ ശബ്ദത്തിന്റെ അടിസ്ഥാനം കമ്പനമാണ്. എല്ലാ ശബ്ദത്തിന്റെയും അടിസ്ഥാനം കമ്പനമാണ്. കമ്പനമില്ലെങ്കിൽ ശബ്ദവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഏതൊരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യും. അപ്പൊ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ അതിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു വസ്തു, ഏത് വസ്തു ആയിക്കോട്ടെ, അതിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യും. സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര കമ്പനങ്ങളാണോ ഉണ്ടാകുന്നത് അതിനെ നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്ന് വിളിക്കുന്നു. പിന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മള് വിവിധങ്ങളായ ശബ്ദം പുറപ്പെടുവിക്കുന്ന സംഗീത ഉപകരണങ്ങളെ നമുക്ക് വേണമെങ്കിൽ മൂന്നായി തരംതിരിക്കാം. കമ്പിവാദ്യങ്ങൾ, വയലിൻ, ഗിത്താർ, വീണ തുടങ്ങിയ കമ്പിവാദ്യങ്ങളാണ്. അതായത് ഇവയിൽ ശബ്ദം ഉണ്ടാകുന്നത് കമ്പിക്കുണ്ടാകുന്ന കമ്പനം. കമ്പിയുടെ കമ്പനമാണ് ശബ്ദമുണ്ടാകുന്നതിന് കാരണം. അതിനെ നമ്മൾ കമ്പിവാദ്യങ്ങൾ എന്ന് വിളിക്കും. ഇതിനെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അതേപോലെ സുഷിരവാദ്യങ്ങൾ, ഓടക്കുഴൽ പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ, അത് സുഷിരവാദ്യങ്ങളാണ്. അതിലെ വായുരൂപം കമ്പനം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റീഡ് കമ്പനം ചെയ്തിട്ടാണ് അതിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത്. അതിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തും. പിന്നെ മറ്റൊന്നാണ് താളവാദ്യം, ചെണ്ട, മദ്ദളം പോലെയുള്ള വാദ്യങ്ങൾ. അതിന്റെ തുകലാണ് കമ്പനം ചെയ്യുന്നത്. ചെണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചെണ്ടയുടെ മുകളിൽ തുകലുണ്ടാകും.
ആ തുകല് കമ്പനം ചെയ്തിട്ടാണ് അതിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ കമ്പിവാദ്യങ്ങൾ, സുഷിരവാദ്യങ്ങൾ, താളവാദ്യങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ ഉദാഹരണം നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോ നിങ്ങൾ പിന്നെ ഈ വീണ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോ ഈ കമ്പികൾ, എല്ലാ വസ്തുക്കളും ഒരേപോലെയാണ് കമ്പനം ചെയ്യുന്നത്. ആ കമ്പനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ കമ്പികളും ഒരേപോലെ കമ്പനം ചെയ്യുന്നു. എല്ലാ കമ്പിയിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒരേപോലെയാണ്. എല്ലാ മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒരേപോലെയാണ്. എല്ലാ പക്ഷികളിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒരേപോലെയാണ്. എല്ലാ മൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒരേപോലെയാണ്. അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ താളവാദ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, ഈ കമ്പി, പ്രധാനമായും കമ്പിവാദ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, അതില് കമ്പിക്കുണ്ടാകുന്ന കമ്പനം പല വിധത്തിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കമ്പി ഉണ്ടാകുന്ന വാദ്യങ്ങളുടെ നീളം, അതിന്റെ കനം, അതിന്റെ വലിവ്, ഇത് അതേപോലെ തന്നെ അത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം, ഇവയൊക്കെ സ്വാധീനിക്കും. അതായത് കമ്പിക്കുണ്ടാകുന്ന കമ്പനം അതിന്റെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാക്കും, വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത്. കമ്പിക്ക് നീളം കൂടുതലാണെങ്കിൽ, അതായത് ഒരു രണ്ട് കമ്പിന്റെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം വ്യത്യാസമാണ്. അതായത് കമ്പിയുടെ നീളം കമ്പനത്തെ സ്വാധീനിക്കും. പിന്നെ മറ്റൊന്ന് കമ്പിയുടെ കനം. രണ്ട് കമ്പികളിൽ ഒന്ന് കനം കൂടിയതും ഒന്ന് കനം കുറഞ്ഞതുമാണെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വ്യത്യാസമാണ്. അതായത് കമ്പിയുടെ കനം ശബ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ വലിവ്, ടൈറ്റ്നെസ്. നല്ല ടൈറ്റ് ആണെങ്കിൽ വേഗം കമ്പനം ചെയ്യും, ലൂസ് ആണെങ്കിൽ കമ്പനത്തിന്റെ തോത് കുറയും. അപ്പൊ അതിന്റെ വലിവും കമ്പനത്തെ സ്വാധീനിക്കും. അതേപോലെ തന്നെ പിന്നെ അത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതും ചെമ്പ് കൊണ്ട് നിർമ്മിച്ചതും ഒരേ ശബ്ദമല്ല പുറപ്പെടുവിക്കുക. ഇപ്പോ പദാർത്ഥത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിനെ അടിസ്ഥാനമാക്കിയും ശബ്ദത്തില് വ്യത്യാസമുണ്ട്. അതാണ് രണ്ട് വ്യക്തികളുടെ ശബ്ദം ഒരിക്കലും ഒരേപോലെ ആവുന്നില്ല. നമ്മൾ മിമിക്രിക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. മിമിക്രിക്കാർ എന്താ ചെയ്യാറുള്ളത്? അതായത് പിന്നെ നാവും പല്ലും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരെ പല്ലൊക്കെ കൂടുന്നതല്ല, അങ്ങനെ ഒരു മിമിക്രി ഉണ്ടാക്കും. അതായത് അത് അവരെ അഡ്ജസ്റ്റ് ചെയ്യണം. വായു രൂപത്തിന്റെ കമ്പനം മറ്റൊരാളുടെ ശബ്ദത്തിന് അനുസൃതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വായിലുള്ള കമ്പനം നമ്മുടെ പല്ലിനെയും നാവിനെയും തൊണ്ടനെയും അണ്ണാക്കിനെയും ഒക്കെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ അത് ഒരാളുടേതല്ല മറ്റൊരാളുടെ. അതുകൊണ്ടാണ് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പോ ശബ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്കൊരു ശബ്ദം കേൾക്കാറുണ്ട്. ഒരു ശബ്ദം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടാണ് നമ്മൾ കേൾക്കാറ്. അപ്പൊ ശബ്ദം കേൾവി സാധ്യമാവുന്നത് എങ്ങനെയാണ്? പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ശബ്ദത്തിന്റെ സ്രോതസ്സുകൾ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വായു രൂപം നമ്മുടെ സ്വനപേടകത്തെ കമ്പനം ചെയ്യിച്ചിട്ട് ആ കമ്പനം നമ്മുടെ വായിനെ, നാവിനെയും ചുണ്ടിനെയും പല്ലിനെയും ഒക്കെ സ്വാധീനിച്ചിട്ടാണ് അത് ഒന്നിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ ശബ്ദം ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഡെസ്ക് ഒരു ശബ്ദമുണ്ട്. അപ്പൊ ഈ ഡെസ്ക് ആണ് അതിന്റെ സ്രോതസ്. അപ്പൊ ശബ്ദത്തിനൊരു സ്രോതസ് ഉണ്ട്. പിന്നെ കേൾവി സാധ്യമാകുന്ന ഭാഗം. അപ്പൊ നമുക്കും ജീവികൾക്കൊക്കെ ആണെങ്കിൽ ചെവിയാണ് നമ്മുടെ കേൾവി സാധ്യമാക്കുന്ന ഭാഗം. ഈ നമ്മുടെ മനുഷ്യൻ്റെതാണെങ്കിൽ ചെവിക്കുട ശബ്ദത്തെ സ്വീകരിച്ച് അത് പിന്നെ കർണനാളത്തിലൂടെ കർണപടത്തിൽ തട്ടി മാലിയസ് അസ്ഥിശൃംഖലയിലൂടെ കോക്ലിയയിലെത്തി നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിക്കുകയാണ്. അപ്പോ ഈ ശബ്ദം കേൾവി സാധ്യമാകുന്ന ഭാഗം അത് ചെവി. ഈ ചെവിയാണ് കേൾവി സാധ്യമാക്കുന്ന ഭാഗം. പിന്നെ ഒരു മാധ്യമമാണ് ശബ്ദം സഞ്ചരിക്കുന്ന ഒരു മാധ്യമം. ഇപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ശബ്ദത്തിന്റെ മാധ്യമം എന്ന് പറയുന്നത് വായു. അപ്പോ പ്രധാനമായും കേൾവി സാധ്യമാവണമെങ്കിൽ 3 ഘടകങ്ങൾ വേണം. ഒന്ന് ശബ്ദത്തിന്റെ സ്രോതസ്, രണ്ടാമത്തത് കേൾവി സാധ്യമാകുന്ന ഭാഗം, അത് ചെവിയാണ്. മൂന്നാമത്തത്
ശബ്ദത്തിന് സഞ്ചരിക്കാൻ ആവശ്യമായ മാധ്യമം. ഇത്രയാണ് കേൾവി സാധ്യമാക്കുന്നത്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബഹിരാകാശ യാത്രികർ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിലും അവര് റേഡിയോ പോലെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പരസ്പരം സംസാരിക്കാറ്. എന്താണ് അതിന് കാരണം? ചന്ദ്രനിൽ യാത്ര ചെയ്തത് അല്ലെങ്കിൽ ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്നത് അവർ തൊട്ടടുത്താണെങ്കിൽ പോലും പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുകയില്ല. എന്താ കാരണം? കാരണം അവിടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ഇല്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഇല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനൊരു പരീക്ഷണം നമുക്ക് നോക്കാം. നമ്മള് ഒരു ഫ്ലാസ്ക്, ഈ ഫ്ലാസ്കില് ഒരു ബെല്ല്, ഈ ഫ്ലാസ്കില് ഒരു ബെല്ല് തൂക്കിക്കെട്ടുക, അതിനെ ഒരു കോർക്ക് കൊണ്ട് അടയ്ക്കുക, ഒന്ന് കിഴിക്കുക, നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇനി നമ്മൾ ആ ബെല്ലും കോർക്കും അതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ആ ഫ്ലാസ്ക് ചൂടാക്കുക, ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഫ്ലാസ്ക് ചൂടാക്കുക. അപ്പൊ അത് മുഴുവൻ, അതിലുള്ള വെള്ളം മുഴുവൻ, അതിലുള്ള വായു മുഴുവൻ നീരാവിയായി പുറന്തള്ളുന്നത് വരെ നമ്മൾ കാത്തുക്കും. എന്നിട്ട് ഇപ്പൊ നീരാവി ഫുള്ള് പുറത്തു പോയതിനു ശേഷം നമ്മൾ നേരത്തെ ആ ബെല്ലും കോർക്കും കൊണ്ടാണ്, എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കും. അപ്പൊ അതിനുള്ള വായു പരമാവധി പുറത്തു പോയിട്ടുണ്ട്. ഇനി വീണ്ടും കിഴിക്കുന്നു, ശബ്ദം കേൾക്കുന്നതിന്റെ അതിന്റെ പരിധി കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മെല്ലെ ശബ്ദം കേൾക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ വായുവിന്റെ അളവ് കുറഞ്ഞു, മർദ്ദം കുറഞ്ഞു, സ്വാഭാവികമായും ശബ്ദം നമ്മൾ കേൾക്കുന്നത് കുറഞ്ഞു. അതായത് ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രികർ റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി അതേപോലെ തന്നെ തരംഗങ്ങൾ, ഈ ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നു. ഇപ്പോ നമ്മള് പാടത്ത് കൂടിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുളമുണ്ടെങ്കിൽ ആ കുളം ഇങ്ങനെ നിശബ്ദമായി നിൽക്കുക, അതിലേക്ക് ഒരു കല്ലെടുത്തില്ല, അപ്പൊ അതിലെന്ത് ദൃശ്യമാകും? ഓളങ്ങൾ ദൃശ്യമാകും. ഈ ഓളത്തെ നമ്മൾ തരംഗമായിട്ട് പഠിക്കും. ആ ഓളത്തിന് ഉയർന്ന ഭാഗവുമുണ്ട്, താഴ്ന്ന ഭാഗവുമുണ്ട്. അപ്പോ ഈ തരംഗങ്ങൾക്ക് ഉയർന്ന ഭാഗവുമുണ്ട്, താഴ്ന്ന ഭാഗവുമുണ്ട്. അപ്പൊ ഈ തരംഗങ്ങളില് മാധ്യമത്തിന്റെ ഒരു മാധ്യമത്തിനുണ്ടാകുന്ന കമ്പനം ഉയർന്ന ഭാഗവും ഉണ്ടാക്കുന്നു, താഴ്ന്ന ഭാഗവും ഉണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ ഉയർന്ന ഭാഗത്ത് ശൃംഗം എന്ന് വിളിക്കും. അതായത് തരംഗങ്ങളായ മാധ്യമത്തിന്റെ പരപ്പിൽ നിന്നും ഉയർന്ന ഭാഗത്തെ നമ്മൾ ശൃംഗം എന്നാണ് വിളിക്കുന്നത്. ഇനി ഗർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമങ്ങളില് ആ പരന്ന ഭാഗത്ത് നിന്ന് താഴ്ന്നു നിൽക്കുന്ന ഭാഗം, അതിനെ നമ്മൾ ഗർത്തം എന്ന് വിളിക്കും. ഈ ശബ്ദത്തിന് അപ്പൊ ശൃംഗങ്ങളുണ്ട്, ശബ്ദതരംഗങ്ങൾക്ക് ശൃംഗങ്ങളുണ്ട്, ഗർത്തങ്ങളുണ്ട്. ഈ ശൃംഗം എന്ന് പറയുന്നത് ഒരു തരംഗത്തിന്റെ ഉയർന്ന ഭാഗം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ തരംഗത്തിന്റെ സിമ്പൽ ഇങ്ങനെ ആയിട്ട് ഒരു ഗ്രാഫായിട്ട് ചിത്രീകരിക്കും. അപ്പൊ ഇവിടെ ഉയർന്ന ഭാഗമുണ്ട്, താഴ്ന്ന ഭാഗമുണ്ട്. ഇതാണ് മാധ്യമം, മാധ്യമത്തിന്റെ നിരപ്പായ പ്രതലം. ഇതില് ഉയർന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ശൃംഗം എന്ന് പറയുന്നത്. താഴ്ന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗർത്തം എന്ന് പറയുന്നത്. ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ശബ്ദത്തിന് വായുവിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ആ വെള്ളത്തിനടിയിൽ പോയി ഒരു സ്റ്റീൽ പാത്രത്തില് ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് മുഴുവൻ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നു. ശബ്ദം കേൾക്കാൻ കഴിയും. ആ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ആ ശബ്ദം ഏതൊക്കെ മാധ്യമത്തിലൂടെ സഞ്ചരിച്ചു? വെള്ളത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിച്ചാണ് ചെവിയിലെത്തി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശബ്ദത്തിനോ ദ്രാവകത്തിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുമെന്നോ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മളൊരു ഡെസ്ക്, ഈ ഡെസ്കിന്റെ ഒരറ്റത്ത് ചെവി വെച്ച് ഇവിടെ ഈ അറ്റത്ത് ഇങ്ങനെ മേടിക്കും. ഡെസ്കിൽ നിന്ന് ഈ അറ്റത്ത്
കേൾക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലൂടെയും ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ആ മാധ്യമം ഖരം, ദ്രാവകം, വാതകം ഏതായിക്കോട്ടെ, അതിലൂടെ സഞ്ചരിക്കാൻ ശബ്ദത്തിന് സാധിക്കും. അതായത് ശബ്ദത്തിന് ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും ഖരത്തിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ഒരു മാധ്യമം ആവശ്യമുണ്ട് എന്ന് മാത്രം. ഇനി ഈ തരംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് തരംഗ ദൈർഘ്യം, ആവൃത്തി, വേഗം എന്ന് പറയുന്ന 3 വസ്തുതകൾ. ഇപ്പൊ നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയും. തരംഗം എന്ന് പറയും. അതിന് ഉയർന്ന ഭാഗവും ഉണ്ട്, താഴ്ന്ന ഭാഗവും ഉണ്ട് എന്ന് പറയും. ഈ ഉയർന്ന ഭാഗത്തെ നമ്മൾ ശൃംഗം എന്നും താഴ്ന്ന ഭാഗത്തെ ഗർത്തം എന്നും വിളിക്കും. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് പരിഗണിച്ചാൽ ഇവിടുന്ന് കണിക മുകളിലോട്ട് സഞ്ചരിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് സഞ്ചരിക്കുക, വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലോട്ടാണ്. അപ്പൊ ഈ ബിന്ദു തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. അതായത് ഒരേ കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. ഇവിടെ ഈ ബിന്ദു ഉണ്ട്, പക്ഷെ ഇത് താഴോട്ട് കമ്പനം ചെയ്യുന്ന സ്ഥിതിയാണ്, ഇത് മുകളിലോട്ട്, ഇവിടെയാണ് മുകളിലോട്ട്. അതായത് ഒരേ കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. അതിനെ ഈ y തിരിച്ചിട്ട അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പോ അടുത്ത ഒരേ കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത്. ഇത് അടുത്തടുത്ത 2 ബിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്ന അകലമാണ്. ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്ന അകലമാണ്. അതല്ലെങ്കിൽ 2 ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം, ഈ ശൃംഗവും ഉള്ള അകലം. അതല്ലെങ്കിൽ 2 ഗർത്തങ്ങളുടെ അകലം. ഇതൊക്കെ നമ്മൾ തരംഗദൈർഘ്യത്തിൽ സൂചിപ്പിക്കും. ആവൃത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഈ ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നാൽ അതിന് നമ്മൾ ഒരു സൈക്കിൾ എന്ന് വിളിക്കും. ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നാൽ ഒരു സൈക്കിൾ എന്ന് വിളിക്കും. അത് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നതും ഒരു കമ്പനം എന്ന് പറയുന്നതും ഒക്കെ ഒരേപോലെ. അപ്പോ ഒരു കമ്പനായിട്ട് പരിഗണിക്കുക, ഒരു സൈക്കിളായിട്ട് പരിഗണിക്കുക, ഒരു ഗർത്തവും ഒരു ശൃംഗവും ചേർന്നതായിട്ട് പരിഗണിക്കുക. അപ്പോ ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണത്തെയും നമ്മൾ ആവൃത്തി എന്ന് വിളിക്കും. അപ്പൊ ആവൃത്തിയുടെ ഇംഗ്ലീഷാണ് ഫ്രീക്വൻസി. അതിന്റെ ചെറിയ അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. HZ എന്നായിരിക്കും ആവൃത്തിയുടെ യൂണിറ്റ്, ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ശൃംഗവും ഒരു ഗർത്തവുമാണ്. നമ്മൾ പറഞ്ഞു തരംഗദൈർഘ്യം, ആവൃത്തി എന്ന് പറഞ്ഞു. ഇനി വേഗം എന്ന് പറയുന്നത് ഒരു തരംഗം ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ വേഗം എന്ന് പറയുന്നത്. അതായത് ഒരു തരംഗം ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അതിനെയാണ് നമ്മൾ വേഗം എന്ന് പറയുന്നത്. വേഗം നമ്മൾ എടുക്കുന്ന വെലോസിറ്റി, അതിനെ v എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. v സമം f ലാംഡയാണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. v സമം f ലാംഡ. v എന്ന് പറഞ്ഞ വേഗം, f എന്ന് പറഞ്ഞ ആവൃത്തി, ലാംഡ എന്ന് പറഞ്ഞ തരംഗദൈർഘ്യം. അതായത് വേഗം സമം ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമാണ്. വേഗം സമം ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യം. അതായത് v സമം f ലാംഡയാണ്. ഇതാണ് തരംഗവുമായി ബന്ധപ്പെട്ട പദങ്ങൾ. തരംഗദൈർഘ്യം, ആവൃത്തി, വേഗം. തരംഗദൈർഘ്യം അതിനെ ലാംഡ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ആവൃത്തി f എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, വേഗം v എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. v സമം f ലാംഡ, വേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ